എന്താ വിവരം അറിഞ്ഞില്ലേ? ഇല്ല. അറിയാൻ ഈ ഭൂമി മലയാളത്തിൽ മേന മാത്രമേ ഉള്ളൂ. കാര്യം എന്താണെന്ന് പറയൂ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നേ പിന്നെ സൊസൈറ്റിയിൽ ഫുള്ള് എന്താ പറയാ, സിനിമാ മേഖലയിൽ ഇതൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ സാധാരണമാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത്. ഇത്ര കൃത്യമായിട്ട് എങ്ങനെ പറയാൻ കഴിഞ്ഞു? കള്ളന്റെ സൈക്കോളജി പഠിച്ചാലല്ലേ കേണൽ ഈ യൂണിഫോം ഇടാൻ പറ്റൂ. ചേച്ചി ഇതിനെങ്ങനെ നോക്കിക്കാണേ? ഞാൻ ഇങ്ങനെ കാണുന്നു, നീ എങ്ങനെ കാണുന്നു? എല്ലാ മേഖലയിലും പുരുഷനും സ്ത്രീയുമാണ് അവര് അട്രാക്ട് ചെയ്യപ്പെടും പരസ്പരം. കണ്ടാ കേട്ടാ, ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ലല്ല. വിവരവും വിദ്യാഭ്യാസം ഉള്ളവർ പറഞ്ഞത് മനസ്സിലാക്കണം. മനസ്സിലായ? അങ്ങനെ സെക്സ് ഒന്നും അങ്ങനെ അവൈലബിൾ ഒന്നും അല്ലാത്തൊരു സ്ഥലമാണ് നമ്മുടെ. അതിങ്ങനെ ആരെങ്കിലും കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ അന്വേഷിച്ചോണ്ടിരിക്കും. അവരെ കിട്ടുമോ, അവരെ കൊടുക്കുവോ? ചേട്ടന്റെ കസ്റ്റഡിയില് തരക്കേടില്ലാത്ത പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? എന്നിട്ട് അങ്ങനെ കോംപ്രമൈസ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്റെ കഴിവ് പൂർണ്ണമായിട്ടില്ല. കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ, കുറെയൊക്കെ ഭാഗ്യം കൂടി വേണം. ഹേമ കമ്മിറ്റിയുടെ കാര്യം തന്നെ ആദ്യം പറയാം. ഇവരൊക്കെ ഗ്രഡ്ജ് ചേർക്കാൻ കൊടുക്കുന്നുണ്ടാവും. സിനിമ പക്ഷെ പെൺകുട്ടികൾക്കാണ് മൊത്തത്തില്. നിങ്ങളൊക്കെ പോയിട്ടല്ലേ? എന്താ ശരിയല്ല മാവാ? പിന്നെന്താ പ്രശ്നം? അങ്ങോട്ട് വിളിച്ചപ്പോ പോയിട്ടല്ലേ, നിങ്ങക്ക് അറിയാമായിരുന്നില്ലേ എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും മുള്ളിനാണ് കേട്, മോനോടിഞ്ഞു പോവും.